ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത ചക്ക വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ക്യാൻറ്റീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റുള്ള ഒന്നാണിത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം, വീഡിയോയിലോട്ട് പോവാട്ടോ. ചക്ക കൊണ്ടുള്ള ക്യാൻഡി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ നന്നായി പഴുത്ത പഴഞ്ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ കുരുവൊക്കെ ഒന്ന് മാറ്റി പളുപ്പെടുക്കാം കേട്ടോ. ഇതിന്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉള്ള ഒന്നാണ് കേട്ടോ ചക്ക കൊണ്ടുള്ള ക്യാൻഡി എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് പഴഞ്ചക്ക കിട്ടാത്തവർക്ക് വരിക്കച്ചക്ക വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്കിത് കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പൊ നമ്മളിതിന്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ഞങ്ങൾ ഇവിടെ നാട്ടിൽ പഴഞ്ചക്ക എന്ന് പറയും, ചില നാട്ടിൽ ഇതിന് കൂഴച്ചക്ക എന്ന് പറയും കേട്ടോ. അതിന് നമുക്കിത് ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് കറക്കിയെടുക്കണം നമുക്കിത് കേട്ടോ. ആ നൂലൊക്കെ നിങ്ങൾ വേറെ ഇട്ട് കിട്ടാൻ വേണ്ടി ശരിക്കൊന്ന് അരച്ചെടുക്കണേ. നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് അരയും കേട്ടോ, കൂടുതൽ ടൈമൊന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. അത് നമുക്കൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് തീ കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അധികം ആവണ്ട കേട്ടോ. അധികമായാലും തനിയും പഞ്ചാര കട്ടായി നിൽക്കേ. നമുക്കൊരു പാകത്തിനുള്ള മധുരം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കയിൽ ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ, ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങന്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കണേ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിലുള്ള ചക്കയിലുള്ളൊരു വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. അധികം ഇതാക്കി എടുക്കണ്ട കേട്ടോ. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. ഈ ഒരു ചക്ക കൊണ്ടുള്ള ക്യാൻഡി ഉണ്ടാക്കാനുള്ള ഐഡിയ വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് മാങ്ങ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തോന്നി, എനിക്ക് ചക്ക വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയാൽ എന്താന്ന് തോന്നിയതാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോ നല്ല ടേസ്റ്റ് തോന്നി. മക്കളെല്ലാരും കഴിക്കുകയും ചെയ്തു, കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. അപ്പൊ ഞാനിത് കഴിഞ്ഞ വർഷം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഈ വർഷം ചക്ക കിട്ടിയപ്പോ ഞാൻ ചെയ്ത് കാണിക്കാണ് കേട്ടോ. നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അധികം ടൈമൊന്നും വേണ്ട. നമ്മുടെ ചക്ക ഇറക്കി വെക്കാനായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ സ്റ്റീലിന്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നന്നായി തുടച്ചെടുത്ത പ്ലേറ്റ് ആണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് തടവി കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. എല്ലായിടത്തേക്കും ആവണേ. നമുക്ക് ഈ ചക്കന്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ പ്ലേറ്റിൽ നന്നായി പരത്തി കൊടുക്കണേ. അധികം കട്ടിയാവണ്ട, എന്നാൽ പറ്റാൻ നേർമേലും ആവണ്ട കേട്ടോ. ഒരു പാകത്തെ കട്ടിക്ക് നമുക്കിത് പരത്തി കൊടുക്കാം. കൂടുതലാണെങ്കിൽ നമുക്ക് 2 പ്ലേറ്റിലൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ.
നമ്മളിത് എല്ലാ ഭാഗവും ഒരേ കനത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി പരത്തിയെടുക്കണേ. ഇനി നമുക്കിത് ചെയ്യേണ്ടത് വെയിലത്ത് കൊണ്ടുപോയി വെക്കാം കേട്ടോ. നല്ല വെയിലുള്ളിടത്ത് കൊണ്ടുപോയി വെക്കണം കേട്ടോ. നമുക്കിത് വെയിലത്ത് കൊണ്ടുപോയി വെക്കാം. ഇപ്പൊ അതേ വെയിലത്ത് വെച്ച് ഒരു ദിവസത്തെ വെയിൽ നന്നായിട്ട് കൊണ്ടിട്ടോ. ഇത് ചുരുങ്ങിയത് 4 ദിവസത്തെ വെയിലെങ്കിലും പിന്നെ കൊള്ളണേ. അപ്പൊ കണ്ടോ, ഞാൻ ഇപ്പൊ വെയിൽ പോയപ്പോ വേഗം എടുക്കാൻ വന്നതാണ്. അല്ലെങ്കിൽ ഒന്നായിട്ട് ഉറുമ്പ് നിറയും. ഉറുമ്പ് നിറഞ്ഞാൽ പിന്നെ ഒന്നിങ്ങനെ കൊട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെ പോയിക്കോളുവേ. അപ്പൊ ഞാൻ ഉറുമ്പ് നിറയുന്നതിന് മുമ്പ് വേഗം ഓടി വന്ന് എടുക്കുകയാണ്. വെയിൽ പോയപ്പോക്കിന്. വെയിൽ പോയാൽ പിന്നെ ഉറുമ്പ് വന്ന് നിറയും, ഇത് തിന്നുകയും ചെയ്യും കേട്ടോ. അങ്ങനെയുണ്ട്. നമുക്ക് ഇനി എടുത്ത് വെക്കാം. ഇനി ഉറുമ്പ് വരാത്ത സ്ഥലത്ത് വെക്കണം. അല്ലെങ്കിൽ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. നമുക്ക് 4 ദിവസത്തെ വെയിൽ ഇത് കൊള്ളണേ. ഇപ്പൊ ഒരു ദിവസം ആയിട്ടുള്ളൂ കേട്ടോ. നമുക്കിത് എടുത്ത് വെക്കാം. ഇപ്പൊ ഇത് 4 ദിവസത്തെ വെയിൽ, നല്ല വെയിൽ കൊണ്ടു കേട്ടോ. ഇപ്പൊ ഇത് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പരുവം മതി കേട്ടോ. കണ്ടോ, നമ്മുടെ ചക്ക കൊണ്ടുള്ള ക്യാൻഡി നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇത് 4-5 ദിവസത്തെ ഉണക്കൊണ്ട് ഇത് ശരിക്കും ഉണങ്ങി കിട്ടും. എന്നാൽ തന്നെ നമുക്കൊരു വർഷത്തോളം നമുക്ക് ഇത് കേട് കൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇത് കുറച്ചും കൂടി കട്ടിണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. ഇത് പറ്റ നേർമായിട്ടുണ്ട്. കണ്ടോ, അപ്പൊ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചക്ക കൊണ്ടുള്ള ക്യാൻഡി. നോർത്ത് ഇന്ത്യൻകാര് അതുപോലെ തന്നെ മാങ്ങ കൊണ്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പൊ ചക്ക കൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ ഉണ്ടാക്കി. അപ്പൊ ഈ വർഷം വരെ അത് ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇപ്പൊ അടുത്താണ് ഇത് കഴിഞ്ഞത്. അപ്പൊ നല്ല ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഇത് താണ്ടോ, ഇത് ഞാനിപ്പോ ഇന്നലെ കുറച്ച് ചക്ക ബാക്കി വന്നപ്പം ഇങ്ങനെ അരച്ച് വെച്ചതാണ്. കണ്ടതായിട്ടില്ല കേട്ടോ. അപ്പൊ ഉറുമ്പൊക്കെ കയറും കേട്ടോ. ഉറുമ്പ് കയറാതെ നോക്കണേ. ഇന്നലത്താണ്. അപ്പൊ ഒന്നും കൂടി ഉണങ്ങാനുണ്ട് കേട്ടോ. ശരിക്കും ഉണങ്ങാനുണ്ട്. അപ്പൊ ഞാൻ സാധാരണ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ രാവിലെ വൈകുന്നേരം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിൽ വെക്കലാണ്. ഉറുമ്പ് കയറാത്തോടത്ത് വെച്ചാലും മതി. പിന്നെ ഞാൻ രാവിലെ എടുത്ത് വെയിലത്തും വെക്കും. അങ്ങനെ 4 ദിവസത്തെ നല്ല വെയിൽ ഇത് കൊണ്ടു കേട്ടോ. ഇനി നമുക്കിത് പിന്നെ നല്ല എയർ കണ്ടന്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാം. നിങ്ങൾക്ക് കഷ്ണങ്ങളാക്കിയോ ഏത് രൂപത്തിലാക്കി നിങ്ങൾക്ക് പിന്നെ അടച്ചു വെച്ച് സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.